മാഷ് അന്തസ് തുള്ളി 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 മഴയായി വന്നാനേ എന്റെ അമ്മോ എത്ര അന്തസ് വേണ്ട പോയേക്കാം. ചേട്ടായി ഓ വഴി മാറിപ്പോയില്ല പണ്ടാരം. ഹലോ ചേട്ടായി ഇങ്ങനെ ഫോണെ കുത്തിക്കൊണ്ട് എന്താ മതിയോ? ചേട്ടായിക്ക് എന്തൊക്കെ വേണ്ടേ? ഒന്നുമില്ല, പടക്കം പൊട്ടിക്കുക. അതുകൂട്ട് മഴയല്ലേ? നീ എന്നാ കഥക്കുന്നേ? ഒന്നുമല്ല, ജോൺസൺ മാഷിന്റെ ഒരു അന്തസ്സേ. ജോൺസൺ മാഷോ? ബാക്കിയുള്ള ഇപ്പൊ ഉമ്മിക്കരി ആയനെ. ഓ അന്തസ് പിടിക്കാൻ പോയതല്ലേ? കൊള്ളാം. പിടിക്കാൻ പോയ എന്റെ കൊല്ലു തീർന്നു. ചേട്ടാ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എടാ നമ്മളെ വീഡിയോസിന് നീയുടെ ഒട്ടും വ്യൂസ് ഇല്ല കേട്ടോ. ചേട്ടായി നമ്മുടെ ചാനലിന്റെ വ്യൂ കൂട്ടാൻ നമുക്കൊരു വൈറൽ കണ്ടന്റ് അങ്ങ് ചെയ്താലോ? ഞങ്ങൾ യൂട്യൂബ് നിർത്തുന്നു. എങ്ങനെയുണ്ട്? അല്ല വേണ്ട, നിർത്തൂന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല പിന്നെ അതും ചോദിച്ചോണ്ട് വരും. അല്ലേ എന്നാ പറ്റിയാക്രി? എന്താണോ കുഞ്ഞു പിള്ളേരൊക്കെ പള്ളിക്കൂടത്തിൽ പോകാൻ തുടങ്ങിയില്ലേ ചേട്ടായി? അതുകൊണ്ടായിരിക്കും. ആയിരിക്കും. ഞാൻ ഈ കുഞ്ഞു യൂട്യൂബിലൊന്നും ഒതുങ്ങി നിൽക്കേണ്ട ആളല്ലേ ചേട്ടായി. ഞാൻ വലിയ ബിഗ് ബോസിലും പോകാൻ പോവാ. നീ അതെ, ബിഗ് ബോസിൽ തകർക്കും. എടാ എനിക്കൊരു ഐഡിയ തോന്നുന്നില്ല, അറിയോ? ഇപ്പോൾ യൂട്യൂബിൽ അത്ര നമ്മളിപ്പോൾ എന്തായാലും ഒരു സാച്ചുറേറ്റഡ് ആയി നോക്കാം. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊന്ന് പോയാലോ? നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഉണ്ടാക്കിയിട്ട് നോക്കാം. ആ അത് വേറെ സാധനം. നീ അങ്ങോട്ടിരുന്നേ, ഈ സൈഡിലോട്ട് വന്നിരുന്നേ. ഞാൻ ഒരു വീഡിയോ എടുക്കട്ടെ. ഇച്ചിരി ഇപ്പുറത്തോട്ട് ഒന്ന് മുകളോട്ട് നോക്കിയേ. ഇവിടെ 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 മുകളിൽ നോക്കി. ആ ഈ ആംഗിൾ കറക്റ്റാ. ഒരു വീഡിയോ എടുക്കട്ടെ. ഞാൻ ഈ ആംഗിൾ തന്നെ കുഴപ്പം. ഡിസ്കവറി ചാനലുകാർ ഇന്നലെ ലോ ആംഗിളിൽ ഒരു കടുവയുടെ വീഡിയോ എടുത്ത് ഇട്ടേക്കുന്നു. ഇപ്പൊ ഈ വീഡിയോ ചേട്ടാ എന്റെ ഈ ആംഗിളിൽ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാംകാർ ഓർക്കും ആ കടുവയുടെ വീഡിയോ ഈ വീഡിയോ എന്ന്. ഞങ്ങൾ രണ്ടും ഒരുപോലെ ഇരിക്കുമല്ലോ ഈ ആംഗിളിൽ നോക്കുമ്പോ. അപ്പൊ നമുക്ക് സ്ട്രൈക്ക് വരും. ഇന്നലെയും കൂടെ ലോറേൻ ഡൈനേം പറഞ്ഞോളൂ എന്നെ പറയുന്ന കണ്ടു കഴിഞ്ഞാൽ കടുവയുടെ കൂട്ടായിരിക്കുന്നത്. എന്റെ പൊന്നെ, ഇത് എവിടുന്നാണ് ഇത് കൂട്ട് വളിപ്പൊക്കെ വരുന്നത്? ചാളീന്ന് പറഞ്ഞ ചിരിക്കണോ? ഞാൻ ചിരിക്കണ? എന്നാടാ എൻ്റെ കോമഡിക്ക് എന്നാടാ കുഴപ്പം? ഞാൻ നല്ല സ്റ്റാൻഡേർഡ് സാധനം ഇറക്കുന്നത്. ആൾക്കാരൊക്കെ ഓർത്ത് മണ്ണ് കപ്പിയൊക്കെ വെച്ചിരിക്കുന്നത്. നിന്റെ വിറ്റിറക്കിയേക്കുന്നത്. വേണ്ട കൂടുതൽ പറഞ്ഞ് കുളമാക്കണ്ട. ശരി, സമ്മതിച്ചു. നല്ല വിറ്റ. ഞാൻ എന്നാൽ ഇതൊന്ന് എഴുതി വെച്ചോട്ടെ. സമയം നിൻ്റെ ആ ഡയലോഗും കൂടെ ഈ ഒരു സമയത്ത് നീ ഇറക്കിയ വിറ്റാന്നും പറഞ്ഞ് ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ ഇനിയുള്ള വെബ് സീരീസുകളിലൊക്കെ ഉപയോഗിക്കാമല്ലോ. ആൾക്കാരെ നമുക്ക് കണ്ടിട്ട് ഓർത്ത് ചിരിച്ചോളും. ആ നീ പോവാണോ? നീ വന്നൊരു കാര്യം പറയണ്ട. ഐസ്ക്രീം ഉണ്ട്. ഉറപ്പാണോ? എന്നാ നീ പോടാ. ഇതാരായി കിടന്ന മോളുന്നേ? ഓ ഇവിടുന്നായിരുന്നോ?
ചേട്ടായി ചേട്ടാ എനിക്ക് ഇച്ചിരി വേണം ചേട്ടായി. ആണ്ടു ഞാൻ തരാമല്ലോ, നീ തിന്നോറാ. സൂപ്പർ അല്ലേ? ഇതിപ്പോ ഞാൻ തന്നെ മൊത്തം തീർക്കല്ലേ ചേട്ടായി. അപ്പൊ ചേട്ടായി എന്തേ? എടാ അവനോട് ഞാൻ രാവിലെ പറഞ്ഞു, എടാ റീൽസ് ഇടാടാ. എന്നാലും അവൻ ഭയങ്കര ചാടാ. എനിക്കൊന്നും വേണ്ട. പപ്പി വരുമ്പോ കണ്ടോ നിന്നെയൊക്കെ പറപ്പിക്കുന്നേ. എന്നാ പൂച്ചു. കടിക്കില്ല സ്പൂൺ തിന്നണ്ട പോട്ടാ. ഇതെന്നാ ഐസ്ക്രീം അറിയോ? വേറെ ഒന്നുമില്ല, ഇത് ലാസ്റ്റ് ഐസ്ക്രീമാ കഴിഞ്ഞ ആഴ്ച മേടിച്ചു വെച്ചേ. തരാടെ നിക്കവിടെ. ഫിനിഷ്. നമ്മൾ മൊത്തം തിന്നിരിക്കുന്നു. യെസ്. മുണ്ടല്ലേ ഇപ്പൊ കണ്ട പുള്ളി മണത്ത് കണ്ടുപിടിക്കും. കടി ഉറപ്പാ. ആ പപ്പി വാടാ. ആ മണം പിടുത്ത് എന്റെ വായിലോട്ടാ ചേട്ടായി. തിന്ന ഐസ്ക്രീം ഒക്കെ ഇപ്പൊ വേസ്റ്റാ. മുണ്ടല്ലേ ഐസ്ക്രീം എന്ന് പറയല്ലേ. ഓ നശിപ്പിച്ചു. എടാ ഈ ചുമ്മാ ഐസ്ക്രീം. അല്ല നീ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞോണ്ട് ജസ്റ്റ് ഇങ്ങനെ നിനക്ക് ഐസ്ക്രീം പറയേ ഞാൻ തരാം. ഇങ്ങോട്ട് വാ, ഞാൻ എടുത്തുണ്ട്. വാ ഇവരിലോട്ടോ ഇരിക്കും. നീ ഇരിക്ക, ഞാനേ നിന്റെ ഐസ്ക്രീം തണുപ്പ് പോകാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചേക്കുമായിരുന്നു. ഒന്നര തണുപ്പിച്ചിട്ട് ഇപ്പൊ എടുത്തോണ്ട് വരാവേ. ഒരു 2 മിനിറ്റ് ഇപ്പൊ വരാം. ഉണ്ടായിരടാ അവൻ കഴിക്കട്ടെ. ഐസ്ക്രീം ഒക്കെ തീർന്നായിരുന്നു. നാട്ടിൽ ചക്കപ്പഴം ചാടിച്ച് കിടപ്പുണ്ടായിരുന്നു. പപ്പി കഴിക്കടാ. യൂട്യൂബില് അതൊരു കാരണം വെച്ചോ. വേണ്ട അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇവിടെ നോക്ക്. പപ്പി എന്നാ